നമ്മുടെ കിങ് ഓഫ് ദ ബീസ്റ്റായ കൈഡോയും അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസ് ലോക്കിയും തമ്മിലൊരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ആരായിരിക്കും ജയിക്കുക? നമ്മൾ കൈഡോനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വാനോലി നമ്മുടെ കൈഡോനെ ഡിഫീറ്റ് ചെയ്യാൻ ഏകദേശം 19 പേരോളം വേണ്ടി വന്നിട്ടുണ്ട്. അവരൊക്കെ നല്ല രീതിക്ക് ഹാക്കിയോ മറ്റുള്ള വെപ്പൺസോ അതുപോലെ തന്നെ ഡെവിൾ ഫ്രൂട്ട് യൂസേഴ്സും ആണ്. എന്നിട്ടും നമ്മുടെ കൈഡോനെ ഡിഫീറ്റ് ചെയ്യാൻ നമ്മുടെ ലൂഫിക്ക് ഒരു തവണ മരിച്ചിട്ട് തിരിച്ചു വരേണ്ടി വരെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൈഡോയുടെ ബോഡി എത്രമാത്രം ഡ്യൂറബിൾ ആണെന്ന് നമുക്കറിയാം. നമ്മുടെ കൈഡോ മാക്മേൽ വീണിച്ചിപ്പം മരിച്ചിട്ടുണ്ടോ ഇല്ലയോ പോലും നമ്മുടെ ഓട കൺഫേം ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള കൈഡോയും നമ്മുടെ ലോക്കിനും ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ആരായിരിക്കും ജയിക്കുക? നമ്മുടെ ലോക്കിനെയും കൈഡോനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സൈസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലോക്കി തീർച്ചയായിട്ടും വിജയിക്കും. പിന്നെ സ്ട്രെങ്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് രണ്ടുപേരും ഒരു പക്ഷേ സിമിലർ ആയിരിക്കും. നമ്മുടെ സൈസും സ്ട്രെങ്തും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. എന്നിരുന്നാലും നമ്മുടെ ലോക്കിയുടെ ഫീറ്റ്സ് നമ്മുടെ കൈഡോനെ വെച്ച് നോക്കുമ്പോൾ വളരെ വലുത് തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ വേൾഡിൻ്റെ റൂളറായ ഇമൂസാമി ആയിട്ടാണ് നമ്മുടെ ലോക്കി ഇപ്പോൾ 1v1 ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എനിക്ക് തോന്നില്ല നമ്മുടെ കൈഡോന് ചെയ്യാൻ പറ്റുമെന്ന്. അതുമാത്രമല്ല നമ്മുടെ ലോക്കിയുടെ കയ്യിലെ കൂടെ റാഗ്നീർ എന്ന് പറയുന്ന ഒരു വെപ്പൺ കൂടിയുണ്ട്. ഈ ഒരു വെപ്പൺ വെച്ച് ഒറ്റൊരു അറ്റാക്ക് നമ്മുടെ കൈഡോനെ ചെയ്യുകയാണെങ്കിൽ ഗെയിം അവിടെ ഓവറായെന്ന് നമുക്ക് വേണേൽ പറയാം. കാരണം ഈ ഒരു ഐസ് അറ്റാക്ക് വെച്ച് ഫ്രീസ് ചെയ്താൽ നമ്മുടെ ലോക്കി അല്ലെങ്കിൽ റാഗ്നീറിന് മാത്രമേ നമ്മുടെ കൈഡോനെ അൺഫ്രീസ് ചെയ്യാൻ പറ്റൂ. അഥവാ നമ്മുടെ കൈഡോ ഫ്രീസ് ആയാൽ അവിടെ കിടക്കലേ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ലോക്കി ജയിക്കാനാണ് ചാൻസ് കൂടുതലെന്നാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളിപ്പോൾ പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് തുടർച്ചയായി വരികയുള്ളൂ.